എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിനെക്കുറിച്ച് 13/6/2024 കോട്ടയം എഡിഷനിൽ 4-ാം പേജിൽ മാതൃഭൂമി പത്രത്തിൽ വന്ന ന്യൂസാണ് ഇന്ന് ഞാൻ പറയുന്നത്. അണ്ണാമല സർവകലാശാലയുടെ അംഗീകാര നഷ്ടം, വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ എന്ന തലക്കെട്ടുകൂടിയാണ് മാതൃഭൂമി പത്രത്തിൽ വന്നിരിക്കുന്നത്. പത്രത്തിൽ കൊടുത്തിരിക്കുന്ന കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയാം. 2015 മുതൽ 2022 വിദൂര വിദ്യാഭ്യാസം നേടിയവർ കുരുക്കിൽ. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2015 മുതൽ 2022 വരെ വിദൂര വിദ്യാഭ്യാസം വഴി ബിരുദാനന്തരം നേടിയ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ. കോഴ്സുകൾക്ക് UGC അംഗീകാരം പിൻവലിച്ചതിനാൽ ഇവരുടെ സർട്ടിഫിക്കറ്റ് വിലയില്ലാത്തതായി. 25 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ പ്രശ്നം ബാധിച്ചതെന്നാണ് കരുതുന്നത്. പ്രശ്നത്തിൽ പരിഹാരം തേടി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. അതിലെ 4 പേരാണ് സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. 7 വർഷം നടത്തിയ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളുടെ അംഗീകാരം 2022 മാർച്ചിലാണ് UGC റദ്ദാക്കിയത്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയായ അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് തമിഴ്നാട്ടിന് പുറത്ത് വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രങ്ങൾ നടത്താൻ അനുവാദമില്ലാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. 2015 മുതൽ 2022 വരെയുള്ള കാലത്ത് സർവകലാശാല കേരളമടക്കമുള്ള പല സംസ്ഥാനങ്ങളിൽ സെന്റർ നടത്തി വന്നിരുന്നു. കോഴ്സ് നടത്തിപ്പിനെതിരെ ഒട്ടേറെ പരാതികളും കിട്ടിയിരുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയാണ് അണ്ണാമല സർവകലാശാല തമിഴ്നാടിന് പുറത്ത് സെന്റർ തുടങ്ങിയത്. എന്നാൽ UGC അംഗീകരിച്ചില്ല. ഇതോടെ സർവകലാശാല മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. 2023 ജനുവരിയിൽ കോഴ്സുകൾക്ക് അംഗീകാരം നൽകിയതായി മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചു. എന്നാൽ UGC മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. പിന്നാലെയാണ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിലെത്തിയത്. UGC, അണ്ണാമല സർവകലാശാല, തമിഴ്നാട് ഗവൺമെന്റ് എന്നിവർക്കെതിരെ എതിർകക്ഷിയാക്കിയാണ് ഹർജി. ജൂലൈയിൽ ഇത് സുപ്രീം കോടതിയിൽ പരിഗണിക്കും. ഇതിൻ്റെ കൂടെ എനിക്കൊരു അറിയിപ്പ് പറയാനുള്ളത്, അണ്ണാമല യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ മാത്രമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭാരതീയർ യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികളോ കാമരാജ് യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികളോ പെരിയാറോ ഭാരതിദാസനോ മറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികളൊന്നും സുപ്രീം കോടതിയിൽ കേസിന് പോയിട്ടില്ല. അണ്ണാമല വിദ്യാർത്ഥികൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്നും കേസ് ഫയൽ ചെയ്തത്. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരുണ്ടെങ്കിൽ അത്യാവശ്യമുള്ളവർക്ക്, അതായത് ഗവൺമെൻറ് ജോലിയിലുള്ളവരോ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ അത്യാവശ്യക്കാർക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ വേണമെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. ഞങ്ങളുടെ ടെലിഗ്രാം ID വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.